ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ജെൻസി ഫാമിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ കുടുംബ കൃഷി എങ്ങനെ പ്ലാൻ ചെയ്യാൻ കുറിച്ച്, അത് നമ്മൾ എങ്ങനെ നടാൻ കുറിച്ചാണ് പറയാൻ പോകും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ മരത്തും ഏകദേശം ചെയ്തിട്ടുണ്ട്, കുറച്ച് മരം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കുമ്പക്കലും ഉണ്ട്, പിന്നെ അല്ലാണ്ട് 2 കരിമുണ്ടയുണ്ട്, അതാണ് നടാൻ കേട്ടോ. അപ്പോൾ 2 മരങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എന്നെ പരിചയപ്പെടുത്തരാം. എൻ്റെ പേര് മനു, ഞാൻ ജെൻസി കർഷകനാണ്. ഏകദേശം 21 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയോടൊപ്പം ചെറിയ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട് എനിക്ക് വേണം. തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം, സബ്സ്ക്രൈബ് എടുക്കണം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഓൾവേസ് എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് മുമ്പോട്ടുള്ള ഒരു ഊർജ്ജം സഹായിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമുക്ക് കുരുമുളക് കൃഷി ചെയ്താലോ, അതെങ്ങനെ വള്ളി എടുക്കാമെന്നും എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏത് വള്ളി എടുക്കുന്നത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇത് നല്ലൊരു കുരുമുളക് വള്ളി കേട്ടോ. ഇതിൻ്റെ അടിയിലേക്ക് പോയാൽ നല്ലൊരു റണ്ണിങ് ഷൂട്ട് കാണാം. ഈ മെയിൻ വേരിൽ നിന്ന് പൊട്ടി വലിച്ചെടുത്ത റണ്ണിങ് വള്ളികൾ കേട്ടോ. അപ്പം അവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഒരിക്കലും ഈ തൂങ്ങിയ വള്ളി എടുക്കാതെ കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഉള്ള അവിടുത്തെ ഒരിക്കലും എടുക്കാതെ. പിന്നെ മണ്ണിൻ്റെ 50 കുറയ്ക്കാൻ വേണ്ടി ഒന്നെങ്കിൽ കുമ്മായോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ ചേർക്കട്ടോ. കുമ്മായാണെങ്കിൽ 15 ദിവസം, ഡോളോമൈറ്റ് ആണെങ്കിൽ 8 ദിവസം. അതിലേതെങ്കിലും ഒന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ തീരുമാനമാണ്, ചെയ്യട്ടോ. അതിനു വേണ്ടി വടക്ക് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കൊന്ന് മണ്ണെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ 4 വള്ളി കേട്ടോ എടുത്തത്. 4 ടഞ്ചൻ അടിക്കണോ, 4 2 പിടിക്കുള്ളൂ കേട്ടോ. നമുക്ക് നടയിലേക്ക് പോകാം. അങ്ങനെ വടക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്ക് 35 ഡിഗ്രി ആംഗിൾ ചരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇല ഒഴിവാക്കണം കേട്ടോ, ചീഞ്ഞ് മണക്കാനാണ്. ഏകദേശം 3 മുട്ട് മണ്ണിൻ്റെ അടിയിലായിരിക്കണം. ഇത് മണ്ണ് മൂടി സെറ്റാക്കി വെച്ചാൽ കേട്ടോ. ഇതാട്ടോ ഫൈനൽ റിസൾട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുമ്പ് ചെയ്ത് കാണിച്ചു കേട്ടോ. 1.5 മാസം മുമ്പ് അതേപോലെ ചെയ്ത റിസൾട്ട് ഞാൻ കാണിച്ചു കേട്ടോ. ഇതാട്ടോ ഒന്നാമത്തെ റിസൾട്ട്. ഇതാട്ടോ നമ്മൾ വെച്ച പേര് 2 എഴുത്ത് വന്നത്. വേറെ റിസൾട്ട് കൂടി കാണിച്ചത്. ഇതാട്ടോ വേറെ റിസൾട്ട്. ഇത് കുമ്പുക്കലാട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യുക, ഉഷാറാക്കട്ടോ. ഈ ചെന്തല വെച്ച് അഥവാ റണ്ണിങ് ഷൂട്ട് വെച്ച് ചെയ്തത് ഒരു 1.5 മാസം മുമ്പ് ചെയ്തിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം. ആ പോകുന്നതിന് മുമ്പ് ഞാൻ കുരുമുളക് മാത്രമല്ല ചെയ്യുന്നത്, കാപ്പി ചെയ്യുന്നുണ്ട്, കവുങ്ങ് അഥവാ പിന്നെ കൊക്കോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വേറെ കൃഷി ഉണ്ട്, നമ്മളെ മഞ്ചരിക്കൊള്ളല്ലേ, വാഴ കൃഷി, അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പുതിയതായി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തമായി അത് യുണീക്ക് ആവാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അത് കണ്ടാലോ. ഒരു 1.5 മാസം മുമ്പ് നമ്മൾ ചന്തല കയറ്റി വിട്ട കുരുമുളകിൻ്റെ റിസൾട്ട് കണ്ടാലോ. ഇതാട്ടോ ആദ്യത്തെ റിസൾട്ട്. ഇത് കാണാൻ കഴിയും കയറി പോകുന്നത്. അതുപോലെ ഇവിടെ വരുന്നുണ്ട്, അവിടെ വരുന്നു കേട്ടോ. ഇത് നമ്മൾ ചന്തല വെച്ച് ഉണ്ടാക്കി കേട്ടോ, കരിമുണ്ട കേട്ടോ. ഇതും കണ്ടില്ല, ഇതൊക്കെ ചന്തല വെച്ചാണ്. കാണാൻ കഴിയും 1.5 മാസത്തിന് ശേഷം പുതിയ തളിർപ്പ് വന്നിട്ടുണ്ട്. ഏകദേശം 4 നട്ടുണ്ടോ, 4 to 5 ഞാൻ ഇടാറുള്ളത്. അപ്പോൾ എല്ലാത്തിലും ഏതെങ്കിലും 2 പിടിക്കുക എന്നുള്ള ഇതിലാണ് എല്ലാം ഇട്ടോ. അപ്പോൾ എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കഴിഞ്ഞ കൊല്ലം നട്ട കുമ്പുക്കലാട്ടോ, കവുങ്ങുമൽ, അത് കരിമുണ്ട കേട്ടോ. ഇത് നമ്മൾ സ്വന്തം അർക്കമുണ്ടി കുരുമുളക് കേട്ടോ. പുതിയ തളിർപ്പ് വരുന്നുണ്ട്. 3 to 4 അട്ട ഇട്ടത്. അപ്പോൾ മേലോട് കയറിപ്പോട്ടെ, കൃഷിയൊക്കെ ഉഷാറാവട്ടെ. പിന്നെ കുരുമുളകിൻ്റെ മറ്റൊരു നടൽ രീതി കേട്ടോ, ഏറ്റവും ടോപ്പ് ഷൂട്ട് പോയി ഞാൻ അതിൻ്റെ ആ വള്ളി എടുക്കുന്നത്. അത് കുറച്ച് റിസ്ക്കാണ് എന്നെപ്പോലുള്ളവർക്ക്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മഴയത്ത് മുകളിൽ കയറി വല്ല പരിക്കും പറ്റിയാൽ കടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ പണിക്ക് നിൽക്കാനാവില്ല. ഇനി അഥവാ ചില നൈസിലൊക്കെ വിൽക്കുന്നുണ്ട്, പക്ഷേ അത് റിസ്ക്കാണ്. നമ്മൾ അങ്ങനത്തെ അൺവാണ്ടഡായിട്ട് റിസ്ക് എടുക്കാറില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഇപ്പോൾ 2 സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന് റണ്ണിങ് ഷൂട്ടും, പിന്നെ നമുക്ക് നൈസിലല്ല വീട്ടിൽ നിന്ന് മുളപ്പിച്ചെടുത്ത കുരുമുളകിൻ്റെ വള്ളിയായിട്ട് ഒരു ഗ്രോ ബാഗിലായിട്ട് കൃഷി ചെയ്യാം കേട്ടോ. ഗ്രോ ബാഗിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുമ്പുക്കലാണ്. അത് നമ്മൾക്ക് പ്ലാന്റ് ചെയ്യുക. അതെങ്ങനെ അതിൻ്റെ ഇതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഡോളോമൈറ്റും അഥവാ പിന്നെ കുറച്ച് കുമ്മായം ഇട്ടിട്ടുണ്ടോ, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഞാൻ ചൂസ് ചെയ്ത് കുമ്മായം കേട്ടോ. കുമ്മായിട്ട് 15 ദിവസത്തിന് ശേഷമാണ് ഞാൻ അത് കൃഷി ചെയ്യാൻ പോകുന്നത്. ഒറ്റ നിടെ ബാക്കിയുള്ളൂ. അത് ഒരു പ്ലാന്റ് എന്തോ ചെറിയ ചീഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ വേറെ ഒന്ന് നടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. നമ്മൾ പ്ലാന്റ് ഒന്ന് കുഴിച്ചിടാൻ നോക്കിയിന്, അപ്പോഴേക്കും നല്ലൊരു മഴ ചെയ്ത്. അപ്പോൾ എല്ലായിടത്തും നല്ല മഴ കേട്ട്. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. അപ്പോൾ പുറത്തുള്ള അധിക സ്ഥലത്തൊന്നും പോകാതിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ പള്ളിയിലേക്ക് പോകാം. ഞാൻ വെച്ചാൽ പന്നീർ ഒന്നാണ് കുഴിച്ചിടാൻ പോകുന്നത്. പിന്നെ ഒരു കുമ്പുക്കലുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലപരിമിതി അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ. ഇതാട്ടോ പന്നീർ ഒന്നിൻ്റെ ഒരു കൊമ്പ് കുത്തിവെച്ച് അഥവാ വള്ളി കുത്തിവെച്ച് ഞാൻ ചെയ്തുണ്ടാക്കിയത്. ഇപ്പോൾ 2 ഉണ്ട്, കുറേ ഉണ്ടായി, പക്ഷേ കുറച്ച് കേടായിപ്പോയി. അപ്പോൾ നമുക്ക് ഈ കുഴിച്ചിലേക്ക് പോകാട്ടോ. നമുക്ക് കവുങ്ങിൻ്റെ അടുത്തുള്ള കുഴിച്ചിടാൻ പോണ്. അങ്ങനെ പന്നീർ കുഴിച്ചിടാനുള്ള മണ്ണെടുത്തിട്ടുണ്ടോ, ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇതിലെടുത്താണ്. ഇതാട്ടോ നമ്മളെ പ്ലാവ്. നമ്മൾ ഇവിടെയാണ് കുഴിച്ചിടാൻ പോകണം കേട്ടോ. ഏകദേശം
വടക്ക് നിന്ന് പടിഞ്ഞാറോട്ട് 35 ഡിഗ്രി ആംഗിൾ ചെരിച്ചട വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കുമ്മായം കൊടുത്തിനു 15 ദിവസം മുമ്പ്. അപ്പോൾ നമ്മളിവിടെ ഈ പന്നിയൂരാണ് വെക്കാൻ പോണത്. അതിൻ്റെ അടിവളമായിട്ട് കുറച്ച് ചാണകം കൊടുക്കാം. തൽക്കാലം ചാണകം മതി. കുഴിച്ചിടുമ്പോൾ കുറച്ച് വളം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ വലുതായിട്ട് അനുസരിച്ച് നമ്മൾ ഇട്ടാൽ മതി എന്നാണ് ഞാൻ കുറേ പഠിച്ചത്. നമുക്ക് കൃഷി എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ മറ്റൊന്ന് പഠിച്ച് കളിക്കേണ്ടി, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളെ ഓരോ പൊട്ടത്തരത്തിൽ നിന്നും ഒക്കെ നമ്മൾ പഠിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കുറേ പൊട്ടത്തരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്താണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ നടിയിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ ചാണകവും മണ്ണവും മിക്സ് ആക്കി കേട്ടോ. ഇനി നമുക്ക് ഈ പ്ലാന്റിലേക്ക് ഇറക്കി ഞാൻ കുഴിച്ചിട്ടോ. മേലോട്ട് കയറി പോട്ടെ. ഉഷാറായിട്ട് വളർത്ത് പന്നീരൊന്നാട്ടോ. അങ്ങനെ നട്ട് കഴിഞ്ഞു കേട്ടോ. കുറച്ച് പൊക്കി ഇട്ട് കേട്ടോ. വെള്ളം ഒരിക്കലും ഇവിടെ അടിഞ്ഞു കൂടെ കേട്ടോ. അങ്ങനെ ചീഞ്ഞു പോവും. അപ്പോൾ പന്നൂർ നമ്മൾ കുറച്ചും കെട്ടി കൊടുക്കുക. ആദ്യം ഒന്ന് വേരൊക്കെ പിടിച്ച് മഴയൊക്കെ ഒന്ന് പെയ്ത് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ എത്രയും തന്നത്തെ വീഡിയോ. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്കോ പോരായ്മകളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ അടി കമൻറ്റ് അറിയിക്കാം കേട്ടോ. എൻ്റെ തെറ്റ് തീർത്ത് തരണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് നന്ദി. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എല്ലാവർക്കും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് അടിക്കണം, ലൈക്ക് അടിക്കണം, അഭിപ്രായ നിർദ്ദേശം തീർച്ചയായും കമൻറ്റ് അടിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്.